പത്തനംതിട്ട ചിറ്റാറിൽ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് സംശയം. 3 പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇന്നലെ വൈകിട്ടാണ് സന്ദീപിനെ വീടിന് സമീപത്ത് അവശനിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. പെൺസുഹൃത്തിന്റെ ബന്ധുക്കൾക്കെതിരെ സന്ദീപിന്റെ പിതാവ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ ചെയ്യുന്നു. ഷിജോ, അവശനിലയിൽ വീടിന് സമീപത്ത് ഒരാളെ കണ്ടെത്തുന്നു, വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കുന്നു, ചികിത്സയിലിരിക്കെ മരിക്കുന്നു. ഒരു കൊലപാതകമെന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് ഏത് ഘട്ടത്തിലാണ്? നിലവിൽ പോലീസിന്റെ വശം എന്താണ്? പോലീസ് എന്താണ് പറയുന്നത്? സുഹൈല, കൊല്ലപ്പെട്ടത് പത്തനംതിട്ട ചിറ്റാർ സ്വദേശിയായിട്ടുള്ള 36 വയസ്സുകാരൻ സന്ദീപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് 7 മണിവരെ യാതൊരു കുഴപ്പങ്ങളുമില്ല, വീട്ടിലുണ്ടായിരുന്നു. സന്ദീപിന് നാട്ടിലോ മറ്റെവിടെയെങ്കിലുമോ ഏതെങ്കിലും തരം ശത്രുക്കളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യമാണ് സന്ദീപിന്റെ പിതാവ് സദാനന്ദൻ ഇന്ന് രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ രാത്രി 7 മണിയോടുകൂടി സന്ദീപ് വീട്ടിൽ നിന്ന് പോകുന്നു. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തിരിച്ചു വരാത്തതിനെ തുടർന്ന് നാട്ടുകാരൊക്കെ അന്വേഷിക്കുന്നു. അതിനിടയിൽ സന്ദീപിനെ അവശ്യ നിലയിൽ വീടിനോട് ചേർന്ന് തന്നെ അധികം ദൂരത്തല്ലാതെ ഒരു കുഴിയിൽ കാണപ്പെടുന്നു. ഉടൻ തന്നെ സന്ദീപിന്റെ നാട്ടുകാർ പിതാവിനെയും ബന്ധുക്കളെയും വിവരമറിയിക്കുന്നു. പിതാവ് സദാനന്ദനും ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ഓടിക്കൂടി സന്ദീപിനെ കുഴിയിൽ നിന്ന് കരയിലേക്ക് വലിച്ചു കയറ്റുന്നു. അവിടെ വെച്ച് തന്നെ സന്ദീപ് തീർത്തും അവശനായിരുന്നു. കുടിക്കാൻ അല്പം വെള്ളമൊക്കെ സന്ദീപിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സന്ദീപിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സന്ദീപിന് ഒന്നും സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഉടൻ തന്നെ ചിറ്റാർ പോലീസിൽ വിവരമറിയിച്ചു. ചിറ്റാർ പോലീസിൽ വിവരമറിയിച്ച് തൊട്ടുപിന്നാലെ തന്നെ സന്ദീപിന്റെ ബന്ധുക്കൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് വരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സന്ദീപിനെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും സന്ദീപിന്റെ മൃതദേഹം ഇന്ന് രാവിലെ വരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പോലീസ് സർജന്റെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുള്ള ആവശ്യമുയർന്നതോടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് സന്ദീപിന്റെ മൃതദേഹം കൊണ്ടുപോയിട്ടുണ്ട്. നിലവിൽ എന്തായാലും സന്ദീപിന്റെ മരണം കൊലപാതകമാണ് എന്നുള്ള സംശയമാണ് സന്ദീപിന്റെ പിതാവടക്കമുള്ള ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. ഇതിനകത്ത് സന്ദീപിന്റെ ഒരു പെൺസുഹൃത്തിന്റെ ബന്ധുക്കൾ സന്ദീപിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി അതിക്രൂരമായിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് സന്ദീപിന്റെ ബന്ധുക്കൾ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. സംഭവത്തിൽ എന്തായാലും ചിറ്റാർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃക്സാക്ഷി മൊഴികൾ ചിറ്റാർ പോലീസിന് ലഭിച്ചിരുന്നു. അതിന് പിന്നാലെ സന്ദീപിനെ അവശ്യ നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് അധികം ദൂരത്തല്ലാതെ ഒരു വാഹനത്തിൽ 3 പേർ പോകുന്നു കണ്ടു. അങ്ങനെ 3 പേരെ കസ്റ്റഡിയിലെടുക്കുകയും അവരെ വിശദമായിട്ട് ചോദ്യം ചെയ്ത് വരികയുമാണ്. സാഹചര്യ തെളിവുകൾ പരിഗണിക്കുമ്പോൾ ചില സംശയങ്ങൾ നാട്ടുകാർക്കുണ്ട്. അവശ്യ നിലയിൽ കണ്ടെത്തിയ സന്ദീപിനെ കൊലപ്പെടുത്തിയതാണോ എന്ന സംശയത്തിൽ പോലീസിന് അന്വേഷണം തുടരുന്നുണ്ട്. 3 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇതുവരെ കൊലക്കേസൊന്നും ചുമത്തിയിട്ടില്ല. വിശദമായ അന്വേഷണത്തിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുടെ കാത്തിരിപ്പിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.